എങ്ങനെ പോകുന്നു സാർ? എന്നിട്ട് എങ്ങനെ വർക്ക് പ്രഷർ ലാസ്റ്റ് ഒരാൾ പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോയി. അയാളുടെ അക്കൗണ്ട്സിൻ്റെ ഡ്യൂട്ടി എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആളുടെ കുറച്ച് സ്റ്റെപ്പാണ്, കുറച്ച് സാധനങ്ങൾ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കി. കംഫർട്ടബിൾ അല്ലേ? ജോലി കുഴപ്പമില്ല. ഹ്യൂമിഡിറ്റി ഈ നോമ്പും വെയിലും ഒക്കെ കൂടെ ഫസ്റ്റ് പ്രാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എ സി ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് സാറ് ഈ UPSC പ്രിപ്പറേഷനിലേക്ക് എത്തിപ്പെട്ടത്? പണ്ട് പോലെ ഇങ്ങനെ പറയും, ഞാൻ ചെറുപ്പം പോലെ പത്രമൊക്കെ വായിക്കുമല്ലോ, എല്ലാവരും വായിക്കും. എന്നാലും ഇപ്പം പിള്ളേർ പറയുമല്ലോ പത്രം വായിക്കുന്നൊക്കെ എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അനിയനും സുബൈക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോൾ ഓടി ഫസ്റ്റ് പത്രമൊക്കെ കൊണ്ട് ഓടി വന്ന് പത്രമൊക്കെ ഇങ്ങനെ വായിക്കുള്ളൂ. സ്പോർട്സൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ 10-12 വയസ്സൊക്കെ ആകുമ്പോഴാണ് അതിലേക്ക് ഒരു സാധനം വരാം, വാർത്തകൾ വായിക്കാൻ. അല്ലാണ്ട് തന്നെ ഫസ്റ്റ് പേജ്, ഇന്റർനാഷണൽ ന്യൂസ്, അപ്പം അങ്ങനെ ഒരു ജനറൽ നോളജ് എത്തുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായി. ക്വിസും കാര്യങ്ങളൊക്കെ പങ്കെടുക്കും. ഇങ്ങനെ വീട്ടിൽ നിന്ന് പറയും ഇങ്ങനെ നോക്കി നമുക്ക് അപ്പോൾ അത് നോക്കണം, വലിയ സംഭവമില്ല എന്നൊക്കെ വെച്ചിട്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വെച്ച് ഞാൻ +2 ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചായിരുന്നു ഒരു പ്രാവശ്യം സ്കൂളിലേക്ക്. അപ്പോൾ ഒരു ക്വിസ് നടക്കുന്നുണ്ട് അവിടെ. അപ്പം എടുക്കുന്നില്ല, അപ്പം ഉമ്മേനെ ഓടിച്ചു കിട്ടും ക്വിസിന്. അത് ചെന്നപ്പോൾ സിവിൽ സർവീസിൻ്റെ അഡ്മിഷന് വേണ്ടിയുള്ള ഒരു ജില്ലാതല മത്സരത്തിലൊക്കെയുള്ള സെലക്ഷൻ. അപ്പോൾ എനിക്കത് കിട്ടിയത്. ഞാൻ അതിൽ പോയി എക്സാം എഴുതി, ജില്ലാതല എക്സാം എഴുതിയിട്ട്. പക്ഷെ അത് പോയി, മാർക്സ് മാർക്ക് വന്നിട്ട്. അപ്പം അതും സിവിൽ സർവീസ് ഉള്ളിലുള്ള ഒരു സാധനമാണ്. പിന്നെ ഈ കോവിഡ് വന്നപ്പോഴാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. കുറച്ച് പാട്ടൊക്കെ പറഞ്ഞിട്ട് ഗിറ്റാറൊക്കെ പഠിക്കാനുള്ള ഇതിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അതിങ്ങനെ നടന്നില്ല, ഗിറ്റാറൊക്കെ വാങ്ങിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന സിവിൽ സർവീസ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ എക്സാമിന് വേണ്ടി. അപ്പോൾ അത് എഴുതി, അതിൽ കിട്ടി, 100% സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെയാണ് ശരിക്കും എൻ്റെ ഇതൊക്കെ ഇറങ്ങിയത്. ആഗ്രഹം ചെറുപ്പം പോലെ ഉണ്ട്, പക്ഷേ സാഹചര്യം ഉണ്ടായത് കോവിഡ് ലോക്ക്ഡൗൺ കാരണം. സാർ ഈടായിട്ട് UPSC പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു സാർ? ശരിക്കും പറഞ്ഞാൽ ഞാൻ മിഡിൽ ക്ലാസ്, ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഉമ്മ ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറാണ്, LP സ്കൂളിൽ. അപ്പോൾ ഞാൻ ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയിരുന്നു. ഞാൻ 2021 28-ാം വയസ്സായിരുന്നു. ഞാൻ 2021 ശരിക്കും ഇതിലേക്ക് ഇറങ്ങിയത്. എന്ന് പറയുമ്പോൾ 4 കൊല്ലം മുമ്പ്, മീൻസ് 24-23 വയസ്സ് ടൈമിലാണ് ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോബ് ലൈഫ് സെറ്റിലാക്കുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ടൈമാണ്. ആ സമയത്ത് ഒരു മിഡിൽ ക്ലാസ് സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം 25 വയസ്സ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് പഠിച്ചു പോവാം. പക്ഷേ അത് കഴിഞ്ഞാൽ പ്രഷർ വരും, ജോലി നോക്കട്ടെ, കല്യാണം കാര്യങ്ങൾ, ബാക്കപ്പ് ഇല്ലല്ലോ നമുക്ക്. പിന്നെ ഈ ഇതിൻ്റെ ഫീ നോക്കുകയാണെങ്കിൽ ഒരു 60-70 പറഞ്ഞാൽ കുറവാണ് ശരിക്കും ഈ ഒരു മാർക്കറ്റ്. അപ്പോൾ നമുക്ക് വീട്ടിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫുൾ ആസ്പിറൻ്റ് ആവാണ്ട് നമ്മൾ ജോലി നോക്കിയിട്ട് പിന്നെ ഇത് സൈഡാക്കേണ്ടി വരും. അപ്പോൾ മിഡിൽ ക്ലാസ് ഒരു ആസ്പിറൻറ്റ് സംബന്ധിച്ചിടത്തോളം 25 വയസ്സിന് ശേഷം ഈസി അല്ല ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ. ആണുങ്ങളല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ജേണിയിൽ പെണ്ണുങ്ങൾ ഞാൻ മനസ്സിലാക്കണ വീട്ടിലാണ് ഭർത്താവ് കുറച്ച് സപ്പോർട്ടാണെങ്കിൽ നമുക്ക് കൂളായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, അത് ഏത് ക്ലാസ്സാണെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ കുറച്ച് ഇതുമ്മലല്ല ഫുൾ ടൈം. PSC ഇതിലൊക്കെ എഴുതിയെടുത്തിട്ട് ആ ഒരു ഇതിനാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എക്സാം ഇപ്പോൾ ഇൻ്റർവ്യൂ ഇൻഷാള്ള വിളിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ഇല്ല, ഞാൻ ഇതിൻ്റെ അകത്തില്ല. PSC എവിടെയെങ്കിലും ഇരുന്നിട്ട് കാലിട്ടാന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. UPSC എല്ലാം എഴുതി നോക്കുന്നു, എല്ലാം ട്രൈ ചെയ്യുന്നു. എല്ലാം ട്രൈ ചെയ്യുന്നു. കാരണം എൻ്റെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും നമ്പർ ഓഫ് ഇയേഴ്സും കറക്റ്റാണ്. ഞാൻ എഴുതിയാലും ഇല്ലെങ്കിലും കറക്റ്റാണ് UPSC. അപ്പോൾ ഞാൻ ട്രൈ എഴുതുന്നുണ്ട്. പക്ഷേ ഫുൾ ഫ്ലെഡ്ജ് ഒരു നല്ലൊരു അറ്റംപ്റ്റ് 2026-27 കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോബ് മെയിനാക്കാൻ തോന്നുന്നു. കല്യാണം കഴിഞ്ഞ സാർ? നേരത്തെ വന്നിരുന്ന എൻ്റെ വൈഫാണ്.
ഓക്കെ സാർ, അപ്പോൾ എങ്ങനെയാണ് സാറിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും ഫാമിലിൻ്റെ ഭാഗത്തുനിന്നും സപ്പോർട്ടൊക്കെ UPSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്? UPSC പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു സാർ? ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സും ഫാമിലിയും റിലേറ്റീവ്സും എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും അടുത്ത സർക്കിളുകളിൽ മാത്രമേ അറിയുള്ളൂ ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ തന്നെ. ഇപ്പോൾ ഏകദേശം കുറച്ചുകൂടി അറിയാം. എന്നാലും സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിലും ലീഡർഷിപ്പിലേക്ക് നമ്മളെ ഇലക്ഷൻ നമുക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നത് നമ്മളുടെ പൊളിറ്റിക്കൽ സാധനങ്ങളും എന്താണെങ്കിലും. അപ്പം അടുത്ത നേതാക്കന്മാർ അങ്ങനെ കുറച്ചുകൂടി പറയും. വീട്ടിലെന്തായാലും അറിയും, പിന്നെ അടുത്ത റിലേറ്റീവ്സ്, പിന്നെ നമ്മളുടെ കോളേജിൽ ലാസ്റ്റ് നമ്മൾ പഠിച്ച കോളേജിലെ ഫ്രണ്ട്സ്, അത്ര അറിയുള്ളൂ ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. അറിയുന്നവർ നല്ല കാര്യമാണ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. പിന്നെ എത്ര ആൾക്കാരെ അറിയുന്നു അത്ര പ്രഷർ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞില്ലേ, ആയില്ലേ, ഇപ്പോൾ പ്രിലിംസിന് റിസൾട്ട് വന്നാൽ കയറിയായിരുന്നു. അപ്പോൾ ഇല്ലെന്ന് പറയും. പക്ഷെ മെയിൻസിന് വരുമ്പോൾ അവരാണ് പിന്നെ വിളിക്കും, എന്തായാലും റിസൾട്ട് അവർക്ക് അറിഞ്ഞൂടാ. അപ്പം പ്രഷർ കൂടും. ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കാം, ചിലപ്പോൾ പോസിറ്റീവായിട്ട് ബാധിക്കാം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും. പറയുന്ന പോലെ ആരൊക്കെ എന്തൊക്കെ എനിക്ക് എന്തൊക്കെ കഴിവുകൾ എന്തൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നിനക്കൊന്ന് പറ്റുമെന്നുള്ളൊരു സാധനമാണ്. ഈ ദൂരെയുള്ള ഫാമിലിയിൽ നിന്നാണോ അല്ലെങ്കിൽ അടുത്തുള്ള ഫാമിലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറ്? ചോദ്യങ്ങൾ രണ്ടിടത്തുനിന്നും വരും. പക്ഷെ ഇതിൻ്റെ എക്സാമിനേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടഫ്നെസ്സും അറിയാത്ത ആളുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വരാം. ഈ പ്രോസസ്സ് അറിയാത്ത പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ഇതറിയാത്ത ആളുകളും അതുപോലെ തന്നെ ഇത് എത്രത്തോളം ടഫാണെന്ന് അറിയാത്ത ആളുകളാണ് അധികം ചോദിക്കാൻ. ആയില്ലേ. പക്ഷെ ചില ആളുകൾ ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഞാനൊരു സാധനത്തിനെ 2 മീനിങ്ങിൽ എടുക്കാത്തതുകൊണ്ട് അപ്പം എന്നാടാ കഴിഞ്ഞാന്ന് ചോദിക്കുമ്പോൾ ചിലവരെ കളിയാക്കിയായിരിക്കും. പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞില്ല നമുക്ക് പറയാം. അതിനങ്ങനെ എടുക്കണം. സാർ എന്താണ് ഈ UPSC ജേർണി കണ്ടിന്യൂ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യണത്? ഞാൻ ശരിക്കും ആട് പറഞ്ഞോട്ടെ, ന്യൂട്രലാവുണ്ടല്ല എന്നെ പറഞ്ഞോളൂ. ദൈവം നമ്മൾ മൈനോറിറ്റിയാണ്. ഇപ്പം നിലവിലെ ഇന്ത്യയിലെ സാഹചര്യം അറിയാവുന്നതാണ്. വലതുപക്ഷ ഫാഷിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞു. ഹിന്ദുത്വം എന്നുള്ള സാധനത്തിൻ്റെ ഒരു അധികാരത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ അധികാര കേന്ദ്രങ്ങളിൽ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുന്നതാണ്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ്, രണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ബ്യൂറോക്രസി എന്നുള്ള സാധനം. നമ്മളുടെ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിലവിൽ ഇപ്പോൾ നമ്മൾ OBC ആണ് നാഷണൽ ലെവലിൽ. മെയിനായിട്ട് നാഷണൽ ലെവലിൽ OBC റിസർവേഷൻ ഉണ്ടാവും, മുസ്ലിം റിസർവേഷൻ ഉണ്ട്. സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ മുസ്ലിം റിസർവേഷൻ ഉണ്ട്. OBC റിസർവേഷൻ ഉണ്ടെങ്കിൽ കൂടിയും മുസ്ലിങ്ങൾ കയറുന്നില്ല. ഈഴവ അതുപോലെ തന്നെ മറ്റു OBC വിഭാഗക്കാരെ കയറുന്നില്ല. അപ്പോൾ നമ്മളുടെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ ഇപ്പം പല നിയമങ്ങൾ ഉണ്ടാകണകൊണ്ടാണ് അതിനെതിരെ നിയമങ്ങൾ മോശമാണതുകൊണ്ടാണ് നമുക്ക് അതിനെതിരെ തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നത്. നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഈ IAS ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവിലൊക്കെ ഒരുപാട് പങ്കുണ്ട്. നമ്മളതിൻ്റെ അടുത്ത് കയറുകയാണെങ്കിൽ നിയമങ്ങൾ നന്നാക്കുക. അതുവഴി മെയിനായിട്ടും സമുദായം എന്നല്ല അടിച്ചമർത്തപ്പെട്ട ആളുകൾ കൊണ്ടുവരാമെന്നുള്ളൊരു മോട്ടീവാണ് ഉള്ളത് ഉള്ളിൽ. പിന്നെ മതപരമാണ്. പിന്നുള്ളത് മതപരം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ അതിൻ്റെ കൂലി പഠിച്ചോൻ തരും. ആ ഒരു രീതിയിലാണ്. പിന്നെ അതെനിക്ക് റിസർച്ചിൽ വേണം എന്നായിരുന്നു. സാറേ, ഈ ഇടയായിട്ട് സാറിൻ്റെ ഇതെന്താണ് എക്സ്പീരിയൻസ്, അതായത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എക്സാമിനെ കുറിച്ചുണ്ടായിട്ടില്ല? എക്സാമിനെ കുറിച്ചുള്ളത് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് 25 വയസ്സിന് ശേഷം അതിന് മുമ്പുള്ള എക്സാം പ്രിപ്പറേഷൻ നല്ല വ്യത്യാസമുണ്ട്. 25 വയസ്സിന് ശേഷം ഞാൻ ഒറ്റവട്ടാണ് ഇതിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയിരുന്നത്. അത് 2022 എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് മുമ്പുള്ള കുറേ പഠിച്ച് ഒരു 1.5 കൊല്ലം പഠിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ അതേ ഉള്ളൂ പ്രിപ്പറേഷൻ. 2025 ശേഷം ഈ പറയുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ എന്തെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ജോലി ഇല്ലാത്തപ്പോൾ. അപ്പോൾ അത് നമുക്ക് പരീക്ഷ എഴുതുമ്പോഴാണ് നമ്മളെ ബാധിക്കുള്ളൂ. അതായത് ശരിയല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് മാറിപ്പോകും, ലിസ്റ്റിൽ നിന്ന് പോകുന്നുള്ളൊരു പേടിയുണ്ടാവും. പിന്നെ ജോലിക്ക് കയറിയ പിന്നെ ഒരു ജോലി ഉണ്ട്, പിന്നെ നോക്കിയപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും ഇതുണ്ടെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂളായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനൊരു PSC എഴുതി കയറിയിട്ട് ഇതുമൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കൂളാവും.
അപ്പം മെയിൻലി UPSC ഫോക്കസ് ഞാനിങ്ങനെ പറഞ്ഞ ആളോട് അടുത്തോല്ല ഞാൻ അതാ പറഞ്ഞത്. മൊത്തം ഇരുന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എങ്ങനെയും ജീവിക്കാനുള്ള പൈസ ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ടല്ലെങ്കിലും പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള കിട്ടുന്നുണ്ട്. അപ്പോൾ ആള് കുറേയൊക്കെ ജയിച്ചു. സാർ എങ്ങനെയാണ് സാറിൻ്റെ സെൽഫ് ഡൗട്ട് മാനേജ് ചെയ്യും? ഫീലിങ്സ് ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് സെൽഫ് ഡൗട്ട് ഫീലിങ്സ് ഒക്കെ മാനേജ് ചെയ്യും? സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള സാധനം അതിപ്പോൾ എനിക്ക് ഇതുവരെ ആ ഒരു സാധനം വന്നിട്ടില്ല. പറ്റും എന്നുള്ള സാധനം ഉള്ളിൽ എപ്പോഴും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്തുകൊണ്ടാണ് പ്രിലിംസ് പാസ്സാകത്തെന്ന് എനിക്കിപ്പോൾ അറിയാം. എന്തുകൊണ്ടാണ് ഒന്ന് ചെറിയൊരു മടിയുണ്ട്, എല്ലാം എളുപ്പത്തിൽ ചെയ്യണം എന്നുള്ളൊരു സാധനം വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില പോർഷൻസ് എന്ന് പറഞ്ഞാൽ എത്തിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ വീക്ക് ഏരിയ എന്ന് എനിക്കറിയാം. പക്ഷേ ജോഗ്രഫീൻ്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് വീക്ക് ഏരിയ ഉണ്ട്. ജോഗ്രഫി എനിക്ക് ഇഷ്ടം, എന്നാലും അപ്പോൾ ചില സബ്ജക്റ്റുകൾ മൊത്തത്തിലും ചില സബ്ജക്റ്റുകളുടെ ചില ഭാഗങ്ങളും എൻ്റെ വീക്ക് ഏരിയ എന്ന് എനിക്കറിയാം. അത് ഞാൻ പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തതെന്ന് എനിക്കറിയാം. അതെൻ്റെ മടി കാരണമാണ്. അത് ഞാൻ പാച്ചപ്പ് ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. ഇതുവരെ സെൽഫ് ഡൗട്ട് അടിച്ചില്ല, പക്ഷേ ഇതങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു സാധനം. സാർ അതുപോലെ ഈ ഫിയർ ഓഫ് ഫെയിലിയറിനെ സാറിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഫിയർ ഓഫ് ഫെയിലിയർ അതിൻ്റെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്ലാൻ ബി എന്നാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ PSC മെയിനാക്കിയത്. അതാണ് പിന്നെ ഫെയിലിയർ ഉണ്ടെങ്കിലും വേറൊരു സാധനം പുറത്തുണ്ടെന്നുള്ളൊരു വേറെ പ്ലാൻ ഉണ്ടാക്കിയത്. സാറേ ഒരു ഡിഫിക്കൽട്ട് ഫേസസ് വരുന്ന സമയത്ത് പ്രിപ്പറേഷനിൽ ഒരു ഡിഫിക്കൽട്ട് ഫേസസ് വരുന്ന സമയത്ത് സാർ എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കും? പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് ഡിഫിക്കൽട്ട് ഫേസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ആസ്പിരൻ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്കിപ്പോൾ എന്ത് ഡിഫിക്കൽട്ടീസ് വന്നാലും പറയാൻ ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി നല്ലോണം പറയാൻ ആളായി. ഇല്ല, ഒരു ആസ്പിരൻ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഡിഫിക്കൽട്ടീസ് വന്നാൽ റിക്കവർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്താണ് ഡിഫിക്കൽട്ടീസ്? അതിപ്പോൾ മാനസികമാണെങ്കിലും അക്കാഡമിക്കിലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സഹായിക്കാനാണുണ്ടാവും, നമ്മുടെ മെൻറ്റർമാരാണെങ്കിലും ആരാണെങ്കിലും. പക്ഷെ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഇടങ്ങേറാവും. കാരണം നമ്മുടെ വീട്ടിൽ നൽകിയ പ്രിപ്പറേഷൻ അധികം ഉണ്ടാവും. മാറുമ്പോൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് നമുക്ക് വേഗം തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ. സാർ ഈ ബേൺഔട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് സാർ എങ്ങനെ ബേൺഔട്ട്സ് എക്സ്പീരിയൻസ് ചെയ്യല്ലോ? ഇപ്പോൾ UPSC പ്രിപ്പറേഷൻ്റെ സമയത്ത് സാർ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക? ബേൺഔട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം പലതരത്തിലുള്ള ഇഷ്യൂസും ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സോഷ്യലി ഫാമിലി കാര്യങ്ങളുണ്ടാകുന്ന ഈ ഇഷ്യൂസ് സാർ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് സാർ അതിനെ ഹാൻഡിൽ ചെയ്യുക? അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഈ പ്രിപ്പറേഷൻ്റെ ടൈമിൽ? അത്തരത്തിലൊരു ഇഷ്യൂസിന് ഞാൻ പറഞ്ഞില്ലേ, അറിയാവുന്നവർ കുറച്ചുപേരേ ഉള്ളൂ ഞാൻ പ്രിപ്പയർ ചെയ്യണം. എത്രത്തോളം ആളുകൾ അറിയുന്നു അത്രത്തോളം നമുക്ക് ഈ പറഞ്ഞ ബേൺഔട്ട്സ് കാര്യങ്ങളുണ്ടാവും. അത്രത്തോളം കുറച്ച് ആളുകളാണ് അറിയാവുന്നത്, അത് അത്രത്തോളം കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അറിയാവുന്നൊരു പ്രശ്നങ്ങളും അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് നിർത്തി ഇതാക്കി കൂടെ അങ്ങനെ ചോദിച്ചിട്ടില്ല. നിർത്താൻ ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഏതൊരു സർക്കാർ ജോലി കിട്ടിയാലും ഇപ്പോൾ മറ്റേത് വിടരുന്നുള്ള സാധനം എല്ലാവർക്കും നല്ലതാണ്. ഇതുവരെ നോട്ട്സ് ഉണ്ടായിട്ടില്ല. സാർ എന്ത് മെത്തേഡ്സ് ആണ് യൂഷ്വലി ഈ പ്രിപ്പറേഷൻ സമയത്ത് റിലാക്സ് ചെയ്യാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ടൂടാ. ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. ഫുട്ബോൾ ജില്ലാ ലെവൽ വരെ, അതുപോലെ തന്നെ അത്ലറ്റിക്സ് സ്റ്റേറ്റ് ലെവലൊക്കെ പോയ ആളാണ് ഞാൻ. സ്കൂൾ ടൈമിൽ ടൈമിലൊക്കെ ഇപ്പോൾ തടിയുണ്ടെന്നുള്ളൂ. അപ്പോൾ കളിക്കാന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഫുഡടി, പിന്നെ മ്യൂസിക്, ഇത് മൂന്നാണ്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനെയൊന്നും കമ്പനി അടിച്ച് ടെൻഷൻ മാറ്റാൻ അങ്ങനത്തൊന്നുമില്ല. ഒറ്റക്ക് കളിക്കും, മ്യൂസിക് സ്റ്റഡി. പിന്നെ എനിക്ക് തലവേദന വരും, ഒരുപാട് സ്ട്രെസ്സായി മൈഗ്രെയിനൊക്കെ. സാറേ ഈ ഇമോഷണൽ സ്ട്രെസ് വരുന്ന സമയത്ത് സാറിന് ഈ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്? ഇമോഷണൽ സ്ട്രെസ് വരുമ്പോൾ എനിക്ക് തലവേദന വരും. മൈഗ്രെയിൻ ഉള്ളതാണ്, ചെറുപ്പമുള്ളതാണ്. അപ്പോൾ എനിക്ക് അപ്പം തന്നെ തലവേദന വരും. അധികം കുറേ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് ലോഡാകുമ്പോഴും തലവേദന വന്നാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കണം, എനിക്ക് പോകണം. എനിക്ക് എന്തായാലും തലവേദന വരും. ഇമോഷണൽ സ്ട്രെസ് വന്നാൽ വേറെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ ഉറങ്ങാണ്ട് വേറെ വഴിയില്ല. Sir, how important is you to maintain a positive outlook during UPSC preparation? Outlook. സാർ അതായത് സാറിൻ്റെ പോസിറ്റീവ് ഔട്ട്ലുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു UPSC പ്രിപ്പറേഷൻ? പോസിറ്റീവ് ഔട്ട്ലുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സാർ ഇതിനൊരു പോസിറ്റീവായിട്ട് എങ്ങനെ കാണുന്നു? എന്ന് പറഞ്ഞാൽ ഉദ്ദേശിതായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ UPSC ജേർണിയിൽ. പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇല്ലെങ്കിൽ ഒരാൾ ക്ലിയർ ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരാൾ തോക്കുന്നോണ്ടിരുന്നാൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ സാധനം ഉണ്ടാവില്ല. ചിലവരിപ്പോൾ ഞാൻ പറയാം, ഞാൻ വിമർശിക്കല്ല, ഈ ശനിദശ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ സാധനമില്ല ജ്യോതിഷത്തിൽ, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ണ് കിട്ടി എന്നൊക്കെ പറയുന്നത്, ആ സാധനം ഒരാൾക്കുണ്ടെങ്കിൽ അത് സംഭവിക്കും. കാരണം അത് അതിൻ്റെ ഒരു സത്യത കൊണ്ടല്ല, അയാളുടെ മെൻ്റലി അയാൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, എന്നെക്കൊണ്ട് പറ്റൂല, ശേഷിയാണ്, എന്നെക്കൊണ്ട് നടക്കൂല. അതേപോലെ തന്നെ അതൊരു നെഗറ്റീവ് സാധനം ഓൾറെഡി ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പഠിച്ചിട്ടും കാര്യമുള്ള സാധനം പഠിക്കൂല എല്ലാവരും. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയൂലെന്ന് വിചാരിച്ചാൽ അതിപ്പോൾ ഏത് രീതിയിലാണ്, സൂപ്പർസ്റ്റിഷ്യസ് ആണെങ്കിൽ ഏത് രീതിയിലാണ് കഴിയുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ക്ലിയർ ആവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിയും എന്തുകൊണ്ടാണ് കഴിയാത്തതെന്നുള്ളൊരു സാധനം നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത് ചെയ്താൽ ക്ലിയർ ആവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വീക്ക് പോയിന്റ് എനിക്കറിയാം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്തൊക്കെ കിട്ടും. അങ്ങനെ ഒരു സാധനം എപ്പോഴും ഉണ്ടാക്കിയെടുത്താൽ മതി. തോക്കുമ്പോഴും ഞാൻ എന്തുകൊണ്ട് തോറ്റു അത് വർക്കൗട്ട് ചെയ്യാൻ അന്ന് കിട്ടുന്ന ഒരു സാധനം ഉണ്ടാക്കിയെടുത്താൽ മതി. പോസിറ്റീവ് സാധനം മൈൻഡിൽ എനിക്ക് കിട്ടൂല, ഇന്നലെ എന്നും കിട്ടൂല. സാർ അതുപോലെ ഇപ്പം സാറിപ്പോൾ അവിടെ ടീച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ടീച്ചിങ്ങും സ്റ്റഡീസും രണ്ടും കൂടി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. എനിക്ക് എൻ്റെ പേഴ്സണലി ടീച്ചിങ്ങിൽ റിവിഷൻ നടക്കും. എന്നിരുന്നാൽ കൂടിയും നമ്മളുടെ പ്രിപ്പറേഷനെ നമ്മൾ വേറെ ആ ടീച്ചിങ്ങിനോട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇത് വെച്ചിട്ട് അവരും അങ്ങനെ പറയാറുണ്ട്. കാരണം നമ്മളെ പ്രിപ്പറേഷൻ നമ്മൾ തന്നെ നോക്കണം. ടീച്ചിങ്ങിൽ നമ്മൾ കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം, പക്ഷെ നമുക്ക് എല്ലാത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചിലത് ഫോക്കസ് ചെയ്യേണ്ടതുണ്ടാവും, പഠിച്ചതിനെ വീണ്ടും വീണ്ടും പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ടൈം വേസ്റ്റിംഗ് ഒരു സ്ഥലത്ത് നടക്കും. മറ്റേന്ന് പറഞ്ഞാൽ റിവിഷനും നടക്കും, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ പ്രിപ്പറേഷന് വേറെ എക്സ്ട്രാ ടൈം ഒറ്റയ്ക്ക് കൊടുക്കണം. അതെനിക്ക് മനസ്സിലായത്. അത് ടീച്ചിങ് റിവിഷൻ നടക്കുമെങ്കിൽ നമ്മൾ അതിനകത്ത് വേറെ റിവിഷൻ നമ്മൾ സ്വന്തം റിവിഷൻ വേറെ മാറ്റി വെച്ചില്ലെങ്കിൽ എൻ്റെ മെമ്മറി കപ്പാസിറ്റി അനുസരിച്ച് ഒരുമിച്ചുള്ള ബുദ്ധിമുട്ടാണ്. സാറിപ്പം പറഞ്ഞല്ലോ, സാർ വേറെ എക്സാംസിനൊപ്പം ട്രൈ ചെയ്യുന്നുണ്ട്. സാർ അപ്പോൾ ഈ UPSCയും SSCയും ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നപ്പോൾ എന്താ? UPSC UPSC എന്ന് പറയുമ്പോൾ